അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ ഒരു ചെറിയൊരു ഐഡിയ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അത് നല്ലൊരു ഇതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് പഠിക്കാനോ ജോലിക്കോ എന്ത് കേസിനാണേലും നമ്മൾ വരാൻ നേരത്ത് നമ്മളൊരു ഏജൻസി ത്രൂ അല്ലെങ്കിൽ ഒരു വ്യക്തി വഴി അവരുടെ സഹായത്താൽ അല്ല അവരുടെ നമ്മൾ പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുമല്ലോ ഇന്ന കാര്യങ്ങൾ. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ അവർക്ക് അവരുടെ സർവീസ് എങ്ങനെയുണ്ടെന്നുള്ള ഇത് ഒരു ഫീഡ്ബാക്കായിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം ആണ് എൻ്റെ കൂടെ കട്ടക്കി നിന്നത്, അതുകൊണ്ട് എനിക്കിപ്പോൾ വിസ കിട്ടി, ഞാൻ ദേ പറക്കാൻ പോകുന്നു. ഒരു മാസം കഴിഞ്ഞ് അയച്ചു കൊടുക്കുക എത്തിക്കഴിഞ്ഞിട്ട്. അത് ബെറ്ററാണ്. അത്യാവശ്യം നന്നായിട്ട് അവർ ചെയ്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ചുമ്മാ സമയം ഉണ്ടെങ്കിലേ ഒരു 10-20 സെക്കൻഡിൻ്റെ പരിപാടിയുള്ളൂ. എന്തേലുമൊക്കെ ഒന്ന് എടുത്ത് തത്തമ്മയെ പൂച്ച അവർ പറഞ്ഞു തരും എന്താ എങ്ങനെയാണ് സംഭവം എന്ന്. അപ്പോൾ അതുപോലെ നമ്മളങ്ങ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ വിഷയമൊന്നുമില്ല. പക്ഷെ അവർക്കും ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാൻ പറ്റും. നമുക്കും ചെറിയ പരിപാടികൾ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അതും മനസ്സിലാവും. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അയക്കുവാണെങ്കിൽ പൊളിക്കും. കാരണം അവർ നമുക്ക് ഒരു പ്രോഗ്രാമൊക്കെ ഒരു സ്ഥലത്ത് എടുത്ത് തരുവാണ്, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തൊരു പണി ഒപ്പിച്ച് തരുവാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ ഉണ്ടല്ലോ ഒരു പരിപാടി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബിസിനസ് അവന് സെറ്റ് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ. എന്താ പറയുക, ഇപ്പോൾ പിള്ളേർ വന്നു, അപ്പോൾ ആ പിള്ളേർ ഇന്ന കേസുകൾ ഇപ്പോൾ ഉണ്ടോ ഇവിടെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ കാര്യം ചെയ്തപ്പോഴത്തേനും അതിൽ കുറച്ച് പണി പാളിയിട്ടോ. അപ്പോൾ ഇനി വരുന്നവരോട് അതൊന്ന് ഇതുപോലെ നൈസായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കട്ടോ. അതൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് വലിയ ഒച്ചപ്പാടുണ്ടാക്കാനല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ മാക്സിമം സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വരുന്നവർ ഒക്കെ നമ്മളങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് ബെറ്ററായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ എന്ത് കേസിനാണേലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് അതിനുള്ള ഇത് കിട്ടണം മാക്സിമം. അപ്പോൾ നമുക്ക് ആരെയും ചുമ്മാ തൃപ്തിപ്പെടുത്തണ്ടോ ആരെയും സൂപ്പിച്ചേർത്തണ്ടോ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്കുള്ള കേസ് അവരോട് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവരോടൊന്നല്ല എല്ലാവരോടും പറയാം നമുക്ക് ഇന്ന ആൾക്കാർ ഇന്ന ഇതാണ് ചെയ്തു തന്നത്. ഇപ്പം നമ്മളോട് തന്നെയാണെങ്കിലും ഒത്തിരി പേര് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ഏജൻസി വഴി വന്നു, ആര് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ടീംസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അവർ വഴി ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ അങ്ങ് എത്തിക്കോളും, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇന്ന കേസ് ഇന്ന പോലെ ആക്കട്ടോ, അതിനകത്ത് ഇത് വരരുത്. അപ്പോൾ അവിടെ നമുക്ക് അതിനകത്ത് ചെറിയ അസംതൃപ്തിയുണ്ട്, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൂട്ടരാണ് അങ്ങനെ. അപ്പോൾ അതാണ് ചെറിയൊരു ഐഡിയ തോന്നിയത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ എന്തെങ്കിലും കേസായിട്ട് വരാം.